കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഡാനിയ, എന്താ ഇത്? ഡ്രിങ്ക് ആണ് മാഡം, എടുത്തോളൂ. എന്താ അനിയ, ഇതിന് വല്ലാത്ത കയ്പുണ്ടല്ലോ. ഒരു ഗ്ലാസ് കൂടെ കുടിക്കൂ മാഡം, എന്നാലേ രുചി അറിയൂ. ഓ, അങ്ങനെയാണോ? അതെ മാഡം. കഴിച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ എന്തോ പോലെ ഇരിക്കുന്നു. അതങ്ങനെ തന്നെയാണ് മാഡം. നീ ഇതങ്ങ് തന്നേക്ക്, നീ പോയിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്ക്. ശരി മാഡം. സുമംഗല മാഡം, എന്താ ഇത്? ഒരാള് മൂന്നാളായിട്ടാണല്ലോ ഞാനിപ്പോ കാണുന്നത്. ഇത് ഞാനാ, ബോബിയാ. ബോബി? വേണ്ട വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് സമയമില്ല, ഞാൻ രക്ഷപ്പെടട്ടെ. ഇളയമയോ? ഇളയമ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ എന്താടാ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? ഞങ്ങളിവിടെ ബാച്ചിലർ പാർട്ടി നടത്തുക. ഞാനും ആ പാർട്ടിക്ക് തന്നെ ഇവിടെ വന്നത്. ഇളയമ എങ്ങനെ ബാച്ചിലർ ആവുന്നേ? കല്യാണം കഴിക്കാത്ത ആൾക്കാരെ ബാച്ചിലർ എന്ന് പറയുന്നേ. എനിക്കും കല്യാണം ആയിട്ടില്ലല്ലോ. ഒരു തവണ കെട്ടിയതല്ലേ? അത് ശരിയാ, നിന്റെ അമ്മാവൻ നേരത്തെ അങ്ങ് പോയില്ലേ. രണ്ടാമതൊരു കല്യാണം നടന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും ബാച്ചിലറാ. ഈ ഡ്രിങ്ക്സ് മുഴുവനും ഇളയമ എന്നെ കുടിച്ചാണോ? ഇതാണോ? ഇളയമ വീണ്ടും കുടിക്കാണോ? അതേടാ, ഇത് കുടിച്ചു, ഇത് കുടിച്ചു, ഇത് കുടിച്ചു, ഇത് കുടിക്കാൻ പോകുന്നു, ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. കുടിച്ച് ബോധം പോവല്ലോ ദൈവമേ. അഭിയേട്ടൻ ഇവിടെ എവിടെ ഉണ്ട്? ഇളയമെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നം. ഇവിടുന്ന് പോ നോക്ക്. ഞാൻ എന്തിനാ ഇവിടുന്ന് പോകേണ്ടത്? ഞാൻ എന്തിനാ പോകേണ്ടതെന്ന്? അതല്ല, അവൻ എന്താ ഇതുവരെ ഡാൻസ് ചെയ്യാൻ തുടങ്ങാത്തത്? ഏട്ടനതൊന്നും ഇഷ്ടമല്ല. ഇളമ ഇവിടുന്ന് പോയേ. ദേ നോക്ക്, അബിയോട് ആ പെണ്ണിനോടൊപ്പം ഡാൻസ് ചെയ്യാൻ പറയ്, എന്നാ ഞാൻ ഇവിടുന്ന് പോയേക്കാം. ഇതിപ്പോ എന്തോ ഒരു പുതിയ വയ്യാവേലി. എന്റെ കലാപരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. എന്താ വേണ്ടത്? ഞാൻ ഉച്ചത്തിൽ ബഹളം വെക്കണമെന്നാണോ നീ പറയുന്നത്? അയ്യോ, വേണ്ട ഇളമ, പ്ലീസ്. അബേട്ടൻ പോകുന്നവരെ ഇളമ ഇവിടെ തന്നെ ഇരിക്കണേ. എവിടെയും പോവല്ലേ. വല്ലേട്ടാ, അർജന്റായിട്ടും അബേട്ടനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം. അവൻ കളിക്കില്ലെന്ന് പറഞ്ഞല്ലടാ. അബേട്ടന് വേണ്ടിയല്ലേ നമ്മൾ ഈ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തേ. ആ പെണ്ണിനെ കൊണ്ടെങ്ങനെ പറയിച്ചും എങ്ങനെയെങ്കിലും ഡാൻസ് കളിപ്പിക്കും. പ്ലീസ് ഏട്ടാ, ചെല്ല്.
ഇളയമേ ഇവിടെ എന്താ ചെയ്യുന്നേ? ബാച്ചിലർ പാർട്ടി മാൻ, ബാച്ചിലർ പാർട്ടി. എന്റെ അമ്മേ, ഇത് കഴിച്ച ഇംഗ്ലീഷൊക്കെയാണോ പറയുന്നേ? ഏയ് പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. അഭിയെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ ശരിയാക്കോ അവൻ. ആരാടാ അബി? ആരാടാ? അവരോട് വരാൻ പറ. ഐ ഡോണ്ട് കെയർ. അയ്യോ, നീ അറിഞ്ഞോ, മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. എനിക്ക് ഈ ലോകത്ത് പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. ഐ ഡോണ്ട് കെയർ. ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിലേ ഞാൻ അച്ഛനോട് പറയും കേട്ടോ. ഞാനും നിന്റെ അച്ഛനോട് പറയും. ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ? ഇല്ലടാ, ബാച്ചിലർ പാർട്ടി എൻജോയ് ചെയ്യുവാ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ. അയ്യോ, എന്താടാ ഇളയമേ എന്താ ഇത്? ഇന്ന് എല്ലാരും തീർന്നു. അയ്യോ, ഞാൻ ഇവിടെ നിൽക്കില്ല. Roses, roses everywhere. Can I see my pretty flower right there? End of the night. Gotta go home. Getting late. Then let the beat kick in. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Gopala Govinda Krishna Hare Varadanam Tedunnu Njangal Guru. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Take it slow. You know, there's no time for parties, and there's no time to say, and there's no time to party, no time to say. So much of love and no time to play. People them might think when they see the girls. Sexy, sexy. No time to party, no time to say. So much of love and no time to play. People them might think when they see the girls. Oh, Krishna. So if you wanna, somebody wanna be a Casanova. If you wanna, somebody wanna. ചേച്ചി അങ്ങോട്ട് നോക്ക്, ചേട്ടൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ? Just wanna play. Chemical tulips in the air. Morning glory, Rosia. Gladion, Rosalia. Rock on the floor. Shake your hands, shake your hands. Oh yeah, oh yeah, oh yeah. Shake it up, shake it up. Oh yeah. കണ്ടോടി പഴഞ്ചൻ പെണ്ണെ, നിന്റെ ഹീറോ എത്ര റൊമാൻറ്റിക് ആണെന്ന്. അവസാനം ആ പെണ്ണിന്റെ കൂടെ Hey, Manohara Tirame, Madhurami Mohana Nerame. Ha, Manohari Marude, Surasuga Mariano Ruyamame. Gopala Govinda Krishna Hare Varadanam Tedunnu Njangal Guru. എന്താടാ അഭി നിർത്തിയേ? Manohari Marude, Surasuga Mariano Ruyamame. ഏട്ടാ, ഡാൻസ് കളിക്ക്. മ്യൂസിക് ഓഫ്.
വാ ചേച്ചി. സർപ്രൈസ് ആയില്ലേ? നീ ശരിക്കും ഞെട്ടിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? കാർത്തിക, നീ എന്താ ഇവിടെ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ഭാവന വന്നില്ലല്ലേ? എന്താ വിളിച്ചോണ്ട് വരണോ? അയ്യോ വേണ്ട വേണ്ട. നിങ്ങൾ എൻജോയ് ചെയ്താ മതിയോ? ഞങ്ങളും എൻജോയ് ചെയ്യട്ടെ. പാർട്ടി കണ്ടിന്യൂ ചെയ്താലോ? സ്റ്റാർട്ട് ദ മ്യൂസിക്. On the floor, baby, hit it hard, baby, rock the party, baby, pattu lengi podi. On the floor, baby, hit it hard, baby, rock the party, baby, pattu lengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലൻ പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ, പറിച്ചെടുത്തത് കണ്ടില്ലേ. Rock the party, baby, pattu lengi podi. On the floor, baby, hit it hard, baby, rock the party, baby, pattu lengi podi. കുടിച്ചിറക്കിയ കണ്ണീരിൽ അടിച്ചു തെന്നി ഞാൻ വീഴുമ്പം പിടിക്കാൻ പഴുതടയും ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി, ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor, baby, hit it hard, baby, rock the party, baby, pattu lengi podi. On the floor, baby, hit it hard, baby, rock the party, baby, pattu lengi podi. Sakhi നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം, സ്നേഹം. പ്രിയനേ, നിൻ ഹൃദയതാളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം, സ്നേഹം.
ഇനിയിപ്പൊ എങ്ങനെയാ ഞാൻ നടന്നു പോകുന്നത്? ഇതൊന്നും അത്ര ശരിയല്ല. എന്നെ ഇറക്കി വിട്. നിങ്ങളോട് തന്നെയാ പറഞ്ഞത് എന്നെ ഇറക്കി വിടാൻ. ആരെങ്കിലും കാണും. ദയവേത് എന്നെ ഒന്ന് ഇറക്കി വിടോ. നിങ്ങൾക്ക് 100 പുണ്യം കിട്ടും. നിങ്ങൾക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ? ഓരോ തവണ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്തേ? കാണിക്കേണ്ടതെല്ലാം കാണിച്ചിട്ട് ഒന്നും ചെയ്യാത്ത പോലെ എന്താ ചെയ്തെന്ന് ചോദിക്കുന്നോ? അതാ ഞാൻ ചോദിച്ചേ, ഞാൻ എന്താ ചെയ്തേന്ന്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറയുന്നത്? ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ എല്ലാവരുടെ മുന്നിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നത്? എടോ, താൻ വിളിച്ചപ്പോ ആ ഡാൻസിന്റെ ഇടയിൽ കാർത്തികയും പിങ്കി ആരും കേട്ടില്ല. അവിടെ നിൽക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ബുദ്ധിമുട്ട് വന്നത് നിങ്ങൾ കാരണമല്ലേ? നിങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വേറെ എന്ത് ചെയ്തെന്നാ ഇയാളീ പറയുന്നേ? എന്താ ചെയ്തെന്നോ നിങ്ങൾക്കറിയില്ലേ? നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ തവണയും എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഇപ്പോഴും ചെയ്തത്. ഞാൻ വേണമെന്ന് വെച്ച് അവിടെ വന്നൊന്നും അല്ല. പിങ്കിയും കാർത്തിയും കൂടെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതാ. അതുകൊണ്ട് എന്നെ പറ്റി നിങ്ങൾ മോശമായിട്ട് വിചാരിക്കോ? ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടി അല്ല. അതൊക്കെ പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന ഈ പറയുന്നേ? ഇനി ഒരു തവണയും കൂടെ നിങ്ങൾ ഇങ്ങനെ ചെയ്താ നോക്കിക്കോ. നിങ്ങള് വീണ്ടും ഞാൻ പറയാ, ഇനി ആവർത്തിക്കരുത്. വസുന്ധര, എക്സ്ക്യൂസ് മീ. വസുന്ധര, ഞാൻ എന്താ ചെയ്തെന്ന് പറയാ താൻ എങ്ങോട്ടായി പോകുന്നേ? ഇതെല്ലാം ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തെന്നായിരിക്കും അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? വിവാഹത്തിന് മുമ്പേ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റണം. എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലമ്മേ. എത്രയൊക്കെ ശ്രമിച്ചാലും അഭിരാം എന്റെ അടുത്ത് വരുമ്പോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ.
ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ അഭിരാം എനിക്കിപ്പോഴും വേറെ ആരെയോ പോലെയാ തോന്നുന്നത്. അത് മാത്രമല്ല, ഇത്രയും നാളായിട്ടും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ തവണയും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത്രയും നാളും ഞാൻ അമ്മയോട് പറഞ്ഞില്ല. ആ അഭിരാം എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മ. നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വസു. അഭിരാമിനോട് ചേർന്നു പോകാൻ നിനക്ക് അത്ര എളുപ്പമാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല. വേറെ വഴിയില്ലെന്ന് വെച്ചാൽ എന്താ അമ്മ അർത്ഥം? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അഭിരാമിനെ നീ ഭർത്താവായി സ്വീകരിച്ചേ പറ്റൂ വസു. അഭിയെ നീ മനസ്സുകൊണ്ട് മാത്രമല്ല, ശാരീരികമായി സ്വീകരിക്കാൻ നീ തയ്യാറാവണം.